ഹലോ, ഓണം ഇങ്ങെത്തി. പ്രധാനപ്പെട്ട ഒരു കറി നമ്മൾ വെച്ചിട്ടില്ല. അത് ഇഞ്ചിക്കറിയാണ്. ഇഞ്ചിക്കറി ഞാൻ ദേ സെറ്റ് ചെയ്ത് എങ്ങനെ വെച്ചിട്ടുണ്ട്. അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്കൊന്ന് കാണാം. കണ്ട, നല്ല തിക്കായിട്ടുള്ളത്. ഇലയിൽ ഇങ്ങനെ വെച്ചാൽ അവിടെ ഇരിക്കണം. അത്ര നല്ല ഒരു ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഫ്ലേവർ കിട്ടും. അതുപോലെ ദഹനത്തിന് വളരെയധികം നല്ലതാണ് കേട്ടോ. ഇഞ്ചിക്കറി ഒന്ന് തൊട്ട് നാവുമ്പോഴേക്കിനും നല്ലതാണ്. ഇത്രയധികം ഭക്ഷണം കഴിക്കുമ്പോൾ അതൊന്ന് ദഹിച്ച് കിട്ടണ്ടേ, അതിനുള്ളതാണ് ഇഞ്ചിക്കറി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇഞ്ചിക്കറിക്ക് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് പുളിയാണ്. ഈ പുളി എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ കുരുവും അതിൻ്റെ ഞാരൊക്കെ കളഞ്ഞിട്ട് നമ്മളിതുപോലെ അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വറ്റിക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, ലേശം വെള്ളം ഒഴിച്ചിട്ടൊന്ന് വെറുതെ ഒന്ന് രണ്ട് തിളപ്പിച്ചിട്ട് അവിടെ ഇടുക. ചൂടാറിയതിന് ശേഷം അതിനകത്ത് എല്ലാ കരടും കളയണം. കുരു പാടില്ല, അതുപോലെ ആ ഞാര് പാടില്ല, ബാക്കിയൊക്കെ കുഴപ്പമില്ല. എന്നിട്ട് അത് നമ്മളിങ്ങനെ എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക. കണ്ട, ഇതേപോലത്തെ ഞാരൊക്കെ കാണും. അതെടുത്ത് മാറ്റിയിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്നടിച്ചെടുക്കുക. വെള്ളം അതിൽ തന്നെ ആവശ്യത്തിന് ഉണ്ടാവുമല്ലോ. ഒരു ക്രീം പോലെ നല്ല ഒരു തിക്കായിട്ടുള്ള ഒരു ക്രീമായിട്ട് കിട്ടും. അപ്പോൾ എന്താ ഇതിൻ്റെ ഗുണം? ഇത് ഒരുപാട് നേരം വറ്റിച്ചെടുക്കണം. ഇഞ്ചിക്കറിക്ക് നമ്മൾ പിഴിഞ്ഞെടുത്ത് അതരിച്ച് അതടുപ്പിൽ വെച്ച് വറ്റിച്ചെടുക്കണം. അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. പെട്ടെന്ന് നമുക്ക് ഈ ഇഞ്ചിക്കറി തയ്യാറാക്കാനായിട്ട് സാധിക്കും. നല്ല കട്ടിയായിട്ടുള്ള കണ്ട ഇതേപോലെ നമുക്ക് അടിച്ച് എടുക്കാം. വളരെ കുറച്ച് സമയം മതി. ഗ്യാസ് അധികം ചിലവില്ല. ഇതൊക്കെ അതിൻ്റെ ഗുണങ്ങളാണ് കേട്ടോ. അപ്പോൾ പിള്ളേരൊക്കെ ആദ്യമായിട്ടാണ് ഓണത്തിനുള്ള സദ്യവട്ടങ്ങളൊക്കെ ഒരുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഇഞ്ചിക്കറി ഒന്ന് ശ്രദ്ധിച്ച് കാണുക കേട്ടോ. അപ്പോൾ ഇഞ്ചി നമ്മൾ ഇത്തിരി വലുപ്പത്തിൽ തന്നെ ഇങ്ങനെ കട്ട് ചെയ്യുക കേട്ടോ. ഇങ്ങനെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ വളരെ ഈസിയല്ല, ചെറുതായിട്ടൊന്നും കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ട്രഡീഷണൽ രീതിയിൽ തന്നെ ചെയ്യണം എന്നുള്ളൊരു മറ്റേത് തന്നെ ഒന്ന് ഫോളോ ചെയ്ത് ചെയ്യുക. ഇത് ഞാൻ പിള്ളേർ വളരെ എളുപ്പത്തിൽ ചെയ്യണ്ടേ, അതിന് വേണ്ടിയിട്ട് എല്ലാ വിഭവങ്ങളും ഒരു ദിവസം ചെയ്യുമ്പോൾ നമ്മൾ മടുത്തു പോവും. അപ്പോൾ ഇതുപോലെ വലിയ പീസാക്കിയിട്ട് മിക്സിയുടെ ജാറിലിടുക. തീരെ വെള്ളം തന്നെ പാടില്ല. എന്നിട്ട് ഒന്നടിച്ചെടുക്കാം. ഇനി നമ്മളത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മളുടെ അരഞ്ഞു പോകരുതിട്ട് തരിതരിപ്പായിട്ട് നമ്മൾ എടുക്കണം. അതൊന്ന് ക്രഷ് ചെയ്ത് നോക്കുക. അങ്ങനെ ഒന്ന് പൾസ് മോഡിൽ ഒന്ന് അടിച്ചെടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് പാകത്തിന് കിട്ടും കേട്ടോ. എന്നിട്ട് ഇത് എടുത്തിട്ട് നമ്മളിങ്ങനെ പിഴിയുക. കണ്ടോ, പിഴിഞ്ഞിട്ട് ഈ പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി വയ്ക്കുക. അപ്പോൾ അതിൻ്റെ ജ്യൂസ് നമുക്ക് കിട്ടും. അത് കളയരുത്, എടുത്ത് വയ്ക്കുക. ഇതാണ് മെയിനായിട്ട് നമുക്ക് വേണ്ടത്. കണ്ട, അപ്പോൾ ഒരുപാട് കറികളും പായസവും ഒക്കെ കഴിച്ചു കഴിയുമ്പോൾ നമ്മളുടെ ദഹനം ശരിക്കും നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഇഞ്ചിക്കറി ഒന്ന് തൊട്ട് നാവുമ്മൽ വെച്ച് കഴിച്ച് കഴിയുമ്പോൾ നമ്മൾക്ക് ഒരു ടേസ്റ്റിൽ തന്നെ ഒരു വ്യത്യാസമുള്ളൊരു കറിയാണല്ലോ. അപ്പോൾ അതൊരു നല്ലൊരു ഫീല് കിട്ടും നമ്മൾക്ക്. ബിരിയാണി കഴിക്കുമ്പോൾ പൈനാപ്പിൾ കഴിക്കുന്ന പോലെ തന്നെ പൈനാപ്പിൾ അതിന് ദഹിക്കാനുള്ള ഇതും അതുപോലെ തന്നെ മസാലകൾ കൂട്ടുമല്ലോ. ആ മസാലകളും ബിരിയാണീനെ നമ്മൾക്ക് ദഹിക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ എണ്ണയും നെയ്യൊക്കെ ഉപയോഗിക്കുന്നതല്ലേ. അപ്പോൾ ഇത്തിരി എണ്ണ ഒഴിച്ച് അതിലേക്ക് കടുകിട്ടു. പിന്നെ കടുക് പൊട്ടി കഴിയുമ്പോൾ ഉലുവ, മുളക്, വറ്റൽമുളക് കേട്ടോ, അത് ഇട്ട് കുറച്ച് കറിവേപ്പിലിടാം. എന്നിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യുക. ഇതേ സമയം തീ വളരെ കുറവ് ഇടാനേ പാടുള്ളൂ കേട്ടോ. ഓഫ് ചെയ്തിട്ട് ഇട്ടിട്ട് പിന്നെ ഒന്ന് ഓൺ ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇത്രയും മിളകൊക്കെ പൊട്ടിച്ചിടുമ്പോഴേക്കും ചിലപ്പോൾ കരിഞ്ഞു പോവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓഫ് ചെയ്തിട്ടിട്ട് ഇനിയിപ്പോൾ ഓൺ ചെയ്തിട്ടൊന്ന് ഇളക്കിയെടുക്കും. കണ്ടോ, അത് ഷൂട്ടിങ്ങിൻ്റെ ഇത് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ചെയ്തത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കഴിയുമ്പോൾ അതൊന്ന് മൂത്ത് വരും. അപ്പോൾ ഉലുവയും കടുകൊക്കെ അങ്ങോട്ട് മൂത്ത് വരും. കടുക് പൊട്ടിയല്ലോ, അടച്ചു വെക്കണം കടുക് പൊട്ടുമ്പോൾ. അത് ഞാൻ ആ നേരത്തെ സംസാരിക്കുന്നതുകൊണ്ട് പറഞ്ഞില്ല. അപ്പോൾ കറിവേപ്പില ഇട്ടു, നന്നായിട്ടൊന്ന് ഇളക്കുക. കണ്ടോ, ഇളക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇഞ്ചി കൊത്തിയരിഞ്ഞ്, അതായത് മിക്സിയിലിട്ട് കറക്കിയെടുത്ത ഇഞ്ചി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു ഗോൾഡൻ കളറ് വരുന്ന വരെ നമുക്ക് ഇളക്കി എടുക്കാം.
ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് പിന്നെ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പൊടിച്ചു കൊടുത്ത് നല്ല കളർ അങ്ങനെ മാറി വരണം. കണ്ടോ, ഇങ്ങനത്തെ കളർ, ഒരു ഗോൾഡൻ കളർ ആവുന്ന വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. നല്ല ഒരു ക്രിസ്പി ലെവലിലെത്തും. അതേസമയം നമ്മളെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇതൊക്കെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. മുളക് അധികം കൂടണ്ട, ഇഞ്ചിക്കറിയുടെ ടേസ്റ്റ് തന്നെ മാറും. മഞ്ഞൾ ഒരു നുള്ളേ വേണ്ടൂ. അത് നമ്മളെല്ലാ കറികളിലും ലേശം മഞ്ഞൾ കൂട്ടുന്നത് നല്ലതാണ്. കൂടിപ്പോയാൽ ടേസ്റ്റ് വളരെ വ്യത്യാസം വരും. അതുകൊണ്ട് കുറച്ച് മഞ്ഞൾ ചേർക്കാം. പിന്നെ കുറച്ച് മല്ലിപ്പൊടി, ഇത് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി, ഞാൻ ചേർക്കാറുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഇഞ്ചിക്കറിക്ക് മല്ലിപ്പൊടി ചേർക്കാത്തവരാണ് ഭൂരിഭാഗവും. ഞാനിപ്പോൾ ഇത്തിരി ഇഞ്ചിക്കറിക്ക് ചേർക്കണുണ്ട് മല്ലിപ്പൊടി കേട്ടോ. പിന്നെ കുറച്ച് കായം കൂടെ ചേർക്കാം. അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. കായപ്പൊടി ചേർക്കുമ്പോൾ ഒരു ചെറിയൊരു വ്യത്യാസം വരും. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. തീ വളരെ കുറച്ചിട്ട് വേണം ഇത് ഇട്ട് കൊടുക്കാനായിട്ട്. പൊടികളിടുമ്പോൾ എപ്പോഴും തീ കുറച്ചിടുക. അത് കരിഞ്ഞു പോയാൽ ആകെ വ്യത്യാസം വരും ടേസ്റ്റിന് കേട്ടോ. അതൊന്നും നോക്കണം കേട്ടോ. അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇനി അടിച്ചു വെച്ച പുളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ആവശ്യത്തിന് കുറച്ച്, അതായത് ഇപ്പോൾ മുളകും മഞ്ഞളും മല്ലിയൊക്കെ ചേർത്തില്ലേ, അതിൻ്റെ കുത്തുമണം മാറുന്ന വരയ്ക്കുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ പുളി ഒന്ന് തിളയ്ക്കുമല്ലോ. ഇഞ്ചി പിഴിഞ്ഞ വെള്ളം, ഇഞ്ചിയുടെ ജ്യൂസ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് ഒന്ന് ഇളക്കാം. അപ്പോൾ ആ ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം കൂടെ കണക്കാക്കിയിട്ട് വേണം നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ബൾക്കായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്ന കാറ്ററിംഗുകാർക്ക് ഏറ്റവും നല്ലൊരു ഐഡിയയാണ് കേട്ടോ ഇത്. ഈ ടിപ്പ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓണമല്ലേ, ഓണത്തിന് ചെയ്യുന്നവർക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതേ പച്ചമുളക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചത് ഇതിലേക്ക് ഇപ്പോൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ഇളക്കുക. അപ്പോൾ അത് തിളയ്ക്കുന്നുണ്ടാവും. വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തില്ലേ, അത് അതിനനുസരിച്ച വെള്ളം വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ, ഇഞ്ചിക്കറിയുടെ ഒരു പാകത്തിന് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. എന്നിട്ടൊരു 2 തിളയ്ക്കുമ്പോൾ അതിൻ്റെ കുത്തുമണമൊക്കെ പോയിട്ടുണ്ടാവും. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ശർക്കര ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഉരുക്കി വെച്ച ശർക്കരയാണ് ചേർക്കുന്നത്. അപ്പോൾ അത് അത്യാവശ്യം ഉപ്പ് ധാരാളം വേണ്ടി വരും. അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ശർക്കര ചേർക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. ഏറ്റവും അവസാനം മാത്രം ശർക്കര ചേർക്കുക. അതല്ലെങ്കിൽ നിങ്ങളുടെ മേലിക്കൊക്കെ പൊട്ടിത്തെറിച്ച് അവിടെ മുഴുവനും ആകെ മേലിക്കും കണ്ണിലേക്കും ഒക്കെ തെറിക്കും കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ശർക്കര അവസാനം ചേർത്താൽ മതി. പൊടിയായാലും അതേപോലെ ഉരുക്കി ഒഴിച്ചതായാലും അങ്ങനെ ചേർത്താൽ മതി. ഇപ്പോൾ അതേ ശർക്കര ചേർത്ത് കൊടുക്കുകയാണ്. തീ വളരെ കുറച്ചിട്ടാണ് ശർക്കര ചേർത്ത് കൊടുത്തിട്ട്, എന്നിട്ട് പതുക്കെ ഇളക്കി കൊടുക്കുക. നല്ല നീളത്തിലുള്ള കയ്യിൽ വെച്ചിട്ട് ഇളക്കട്ടോ. സംഗതി റെഡിയായി കണ്ടോ. അപ്പോൾ ഈ നല്ല കളറായിട്ടുള്ള നല്ല ഇഞ്ചിക്കറി റെഡിയായിട്ട് വളരെ എളുപ്പത്തിലാണ് നമ്മൾ ഈ ഇഞ്ചിക്കറി തയ്യാറാക്കിയത് കേട്ടോ. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കിക്കോ. ഒരുപാട് വിഭവങ്ങളൊക്കെ ഉണ്ടാക്കേണ്ടതല്ലേ. അപ്പോൾ ഈസി ആയിട്ട് ഈ ഇഞ്ചിക്കറി ഒന്ന് തയ്യാറാക്കി നോക്ക് കേട്ടോ. ഓക്കേ. അപ്പോൾ അത് ഇത്രയും ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ എന്തോരം നേരം എടുത്തിട്ട് വേണം. പക്ഷേ ഇത് എത്ര മിനിറ്റ്, വളരെ കുറഞ്ഞ സമയം മതി നമുക്കിത് തയ്യാറാക്കാനായിട്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇഞ്ചിക്കറിയാണ്. എത്ര ദിവസം ഇരുന്നാലും ഇപ്പോൾ അത് 1 മാസത്തോളം നമുക്കിത് സൂക്ഷിച്ച് വയ്ക്കാം. അതിൽ കൂടുതൽ വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, ബൈ ബൈ. വീണ്ടും കാണാം.